ഗായ്സ് RPM വളരെ ഹൈ ആയിരിക്കും, മൈലേജ് കുറവുള്ള ഒരു സിറ്റുവേഷനിൽ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ പൾസ് ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷെ അത് എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ റാസി. നമുക്ക് കാണാം ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ സിറ്റുവേഷൻ. നമ്മുടെ കാറിൽ ഉണ്ടായിരുന്ന എയർ ഫിൽറ്ററാണ്. ഈ ഒരു എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ത്രോട്ടിൽ ബോഡി നോക്കിയേ, ഒരുപാട് ഡേർട്ടിയാണ് ത്രോട്ടിൽ ബോഡി. അടുത്ത കാലത്തൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഗൈസ്. ഇത് യൂസ്ഡ് കാറാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഈ ഒരു അടുത്ത് ഇതിൻ്റെ ഓണർ ഇപ്പം മേടിച്ചതേ ഉള്ളൂ ഈ ഒരു കാറ്. അപ്പോൾ ഈ ഒരു കാറിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു കാറ് മേടിച്ച് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ കാറിൽ ചെയ്യാനുണ്ട്. അല്ലാതെ നമ്മൾ ഈ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു കോൺഫിഡൻസ് കിട്ടില്ല വണ്ടി ഓടിക്കാൻ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ബാക്ക് സൈഡിലെ ഒരു വീൽ സിലിണ്ടറിൻ്റെ അവസ്ഥ നോക്കിയാൽ ഏത് നിമിഷവും ഈ ഒരു വീൽ സിലിണ്ടർ ലീക്കാവും. ലീക്കായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രേക്ക് ഫെയിലാവും. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അഡ്ജസ്റ്റർ എല്ലാം ജാമാണ്. അപ്പോൾ നമുക്കതൊക്കെ റീപ്ലേസ് ചെയ്യണം കേട്ടോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് ഷൂ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല, കാരണം ബ്രേക്ക് ഷൂവിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഡ്രമ്മിൻ്റെ ഇൻസൈഡ് കാണാൻ പറ്റും, കാരിയർ പ്ലേറ്റിൻ്റെ ഡ്രമ്മ് ഞാൻ കാണിച്ചു തരാം. ഡ്രമ്മിൽ ഫുൾ ലൈൻസ് ആട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈൻസ് നമുക്ക് ഈ ഡ്രം ഒന്ന് പോളിഷ് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹാൻഡ് ബ്രേക്കൊക്കെ നമുക്ക് പ്രോപ്പർ ആക്കാൻ പറ്റുള്ളൂ. ഹാൻഡ് ബ്രേക്ക് എന്ന് മാത്രമല്ല, നമ്മൾ പെഡലിൽ കാല് വെക്കുമ്പോഴും പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്യണം ഗൈസ്. അതുപോലെ നിങ്ങൾ കാണുന്നത് കാലിപ്പറിൻ്റെ പിന്നാണ്. കാലിപ്പറിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി തകിടും കാര്യങ്ങളൊക്കെയാണ്. മാരുതിയുടെ ഒട്ടുമിക്ക പഴയ വാഹനങ്ങളിലും ഇത് തന്നെയായിരിക്കും കേട്ടോ അവസ്ഥ. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീർന്നു പോകും. അതുപോലെ വീല് ഓവർ ഹീറ്റ് ആവുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ബ്രേക്കിൻ്റെ ആക്യുറസി കുറയുക, എല്ലാം സംഭവിക്കും കേട്ടോ. ഈ ഒരു കാലിപ്പർ പിന്നിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 150 രൂപയൊക്കെ വരുന്നുള്ളൂ ഒരു സൈഡിലേക്ക് കേട്ടോ. ടോട്ടൽ 300 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരുപാട് കാലം ഇത് ഓടിക്കഴിഞ്ഞാൽ പിന്നെ കാലിപ്പർ മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ത്രോട്ടിൽ ബോഡി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ത്രോട്ടിൽ ബോഡി തന്നെ പ്രോപ്പറായിട്ടുള്ള സ്പ്രേ ഉപയോഗിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഈ വർക്കൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ സ്പ്രേ അടിച്ച് വെക്കുന്നുണ്ട്. കാരണം ആ ഒരു ഭാഗമൊക്കെ ശരിക്കൊന്ന് ആ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കൊന്ന് ആ സ്പ്രേ അവിടെ പിടിച്ചൊന്ന് മെൽറ്റ് ആവും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. കൂളൻ്റാണ് ഈ വാഹനത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ വളരെ ഹാപ്പിയാണ് കൂളൻ്റ് കണ്ടതിൽ. അപ്പോൾ കൂളൻ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല എത്ര മുമ്പ് മാറിയ കൂളൻ്റാന്നുള്ളത് കേട്ടോ. എയർ ഫിൽറ്ററാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എയർ ഫിൽറ്റർ ബെൻഡ് ആവാനുള്ള കാരണം എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ആ ഒരു ഫിൽറ്റർ കംപ്ലീറ്റ്ലി 100% ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺസ് വലിക്കുന്ന ആ ഒരു പവറിലാണ് ഇത് ബെൻഡായി പോകുന്നത് കേട്ടോ. അതായത് ഹോളുള്ള ഒരു ഫിൽറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതുവഴി എയർ അകത്തേക്ക് പോകും. അതായത് അകത്തേക്ക് എയർ പോകുന്നില്ല എന്നാണ് ആ ബെൻഡ് കാണുന്നതിൻ്റെ അർത്ഥം. അതുപോലെ ഇത് നമ്മുടെ ബാക്ക് സൈഡിലെ ഷോക്കാണ്, ഷോക്ക് ലീക്കാണ്. നമ്മൾ ഷോക്ക് ലീക്ക് വരുന്ന സമയത്ത് രണ്ട് ഷോക്കും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാത്രം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. നമ്മൾ ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ ഷോക്ക് ഒരു 5-10 തവണ ഇതുപോലെ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോക്ക് ചെയ്യുന്ന ഷോപ്പിൽ അവർ ഏത് രീതിയിലാണ് ഷോക്ക് വെക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മോൺട്രോയുടെ ഷോക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രാൻഡാണ്. ഒരുപാട് കാലം നമുക്ക് ഓടിക്കാൻ പറ്റും. ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ജെനുവിൻ മാരുതിയുടെ തന്നെ ഫ്ലൂയിഡാണ്. ഡോട്ട് 3 ആണ്. എനിക്ക് തോന്നുന്നത് പുറത്ത് നിങ്ങൾക്ക് ഡോട്ട് 3 നിങ്ങൾ മേടിക്കാൻ ചെന്നാൽ റെഡ് കളറിലുള്ള ഫ്ലൂയിഡ് ആയിരിക്കും കിട്ടുക കേട്ടോ. ഈ ഒരു വൈറ്റ് കളർ ഫ്ലൂയിഡ് മറ്റു ബ്രാൻഡുകളിൽ കിട്ടാൻ പാടാണ്. ഓക്കെ, നിസാൻ അതുപോലെ ബ്രാൻഡുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ നമുക്ക് ഈ ആഫ്റ്റർ മാർക്കറ്റ് TVS പോലെയുള്ളതിൽ അവൈലബിൾ അല്ല. ഇത് നമ്മുടെ ഗിയർ ലിവർ ബുഷാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഇനി നിങ്ങൾ വേറെ ഒന്നും ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഈ ബുഷ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചേഞ്ച് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബ്രേക്ക് ഡൗൺ ഇല്ലാതെ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇൻസൈഡ്, അതായത് ഗിയർ ലിവറിൻ്റെ അടിയിൽ വരുന്ന ബുഷാണ്. ആ ബുഷ് കണ്ടാലേ അറിയാൻ പറ്റും അത് കംപ്ലീറ്റ്ലി ക്രാക്കാണ്. ഏത് നിമിഷം വേണമെങ്കിൽ ഈ കാർ ബ്രേക്ക് ഡൗൺ ആവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബുഷുകൾ റീപ്ലേസ് ചെയ്തു. നമുക്ക് ഹാൻഡ് ബ്രേക്കൊക്കെ ഇപ്പോൾ നമ്മൾ പ്രോപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 5-6 ലോക്ക് ഇടുമ്പോഴേക്കും ഏത് ഇറക്കത്തിൽ വെച്ചാലും കാർ അവിടെ പ്രോപ്പറായിട്ട് നിന്നോളും. നമ്മൾ ബാക്ക് സൈഡിലെ വീൽ സിലിണ്ടർ രണ്ടും റീപ്ലേസ് ചെയ്തു. മാത്രമല്ല അഡ്ജസ്റ്റർ റീപ്ലേസ് ചെയ്തു. നിങ്ങൾക്ക് അവിടെ നല്ല തിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. രണ്ട് സൈഡിലെയും വീൽ സിലിണ്ടർ നമ്മൾ മസ്റ്റായിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. കാരണം ബ്രേക്ക് പെഡൽ ഒഴിഞ്ഞു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു വീൽ സിലിണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. ചില ആളുകളൊക്കെ ബ്രേക്ക് ഇല്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രമ്മാണ്. ഡ്രം നമ്മൾ നല്ല രീതിയിൽ പോളിഷൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പോളിഷൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടു. കാരണം നമ്മൾ പുതിയൊരു കാർ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് വേണം നമ്മൾ ഒരു കാർ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ അതേപോലെ തന്നെ നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ.
ഓക്കെ, നമുക്ക് ബാക്ക് സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രമ്മിൻ്റെ നട്ടാണ് ഇത്. നമ്മൾ മാരുതിയുടെ തന്നെ ജെനുവിൻ ആണ് കേട്ടോ മേടിച്ചത്. TVS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ, TVS. അപ്പം ഈ പഴയ നട്ടിൻ്റെ ലോക്ക് ഇടാനുള്ള പൊസിഷനൊക്കെ എല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മൾ ഈ നട്ട് കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് കേട്ടോ മേടിച്ച് വെക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മളിത് പോയിട്ട് മേടിക്കേണ്ടി വരില്ല. നമ്മളൊരു 10-20 ഒരുമിച്ചാണ് മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ലോക്കൊക്കെ ഇട്ടു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ക്യാപ്പ് ഫിക്സ് ചെയ്യാനുണ്ട്, ഡസ്റ്റ് ക്യാപ്പ് ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സമാധാനം കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് സമാധാനമാണ്, ഇതിൻ്റെ ഓണർക്കും ഒരു സമാധാനമാണ്. കാരണം ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയൊരു കാര്യം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ കാലിപ്പർ നിങ്ങൾ നോക്കിയാൽ കാലിപ്പറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. പാഡ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല കേട്ടോ. ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ. പാഡൊക്കെ ഹാഫ് അബോവ്, പകുതിയിൽ കൂടുതൽ പാഡുകളുണ്ട്. അപ്പോൾ നമ്മളത് മാറുന്നില്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ എക്സ്പെൻസ് കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ലോവർ ആം അതുപോലെ സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കാറിൻ്റെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം കംപ്ലീറ്റ് സൗണ്ടായിരുന്നു ഫ്രണ്ടിൽ നിന്ന്, കടകട അടിയായിരുന്നു കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മളതെല്ലാം തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ടോട്ടലി വണ്ടി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല സ്റ്റാർട്ടിങ് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിന് ഡിലേ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗൈസ് ഇതിൻ്റെ RPM ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സമയമായതുകൊണ്ട് തന്നെ ടോട്ടൽ ബോഡി കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് കുറച്ച് ഹൈ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏകദേശം ഒരു 700 റേഞ്ചിലേക്ക് പെട്ടെന്ന് RPM വരുന്നുണ്ട്. അതായത് നമ്മളൊന്ന് ആക്സിലേറ്റർ കയറ്റി വിട്ടാലും പെട്ടെന്ന് തന്നെ 700ലേക്ക് ഇത് ഡൗൺ ആയി വരുന്നുണ്ട് കേട്ടോ. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈലേജ് പ്രോപ്പറാണ് കേട്ടോ. കാരണം ആദ്യം ഈ കാറിൻ്റെ സിറ്റുവേഷൻ 1000 എബോ ആയിരുന്നു ഐഡ്ലിങ്ങിലുള്ള RPM. അതായത് കമ്പ്യൂട്ടർ വെറുതെ പെട്രോൾ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മോശമായിരുന്നു കേട്ടോ ഓയിൽ. അപ്പോൾ നമ്മൾ പുതിയ ഒരു കാറിനെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഓയിൽ കൂളൻ്റ് എല്ലാം മാറ്റാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ ഒരു മേജർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അലൈൻമെൻറ്റ് ചെയ്യണം ഓടിക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഇത് അലൈൻമെൻറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഓടിച്ച സമയത്ത് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.